ആയാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ ഈസിയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായും നമ്മളുടെ ഹൈക്വാസ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ എക്സാം മാരത്തോൺ സീരീസിന്റെ ഓരോ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും IGNOU എക്സാമിന് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായി നമുക്ക് IGNOU എക്സാം ക്രാക്ക് ചെയ്യാം. IGNOU പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റികളിൽ രണ്ടെണ്ണമാണ് BA സൈക്കോളജിയും MA സൈക്കോളജിയും. ആ രണ്ട് കോഴ്സ് പേപ്പേഴ്സിനെ ഏറ്റവും രസകരമായ രീതിയിലാണ് IGNOU സ്ക്രൂട്ടനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യുവേഷനും കുറച്ചും കൂടെ ശ്രദ്ധിച്ചു തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഈ എക്സാം മാരത്തോൺ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ എങ്ങനെ നമ്മൾ കീവേഡ് ഉപയോഗിച്ച് ആൻസർ ചെയ്യണം എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു IGNOUടെ പാറ്റേൺ അനുസരിച്ച് എക്സാം സുഖമായി പാസ്സാവാൻ സാധിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ഈ ഒരു സീരീസ് തുടങ്ങുന്നത് തന്നെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA സൈക്കോളജി എന്ന് പറഞ്ഞ കോഴ്സ് പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ബയോസൈക്കോളജി. ബ്രെയിൻ ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ ഇതിന്റെ ഒരു തുടർച്ചയായ സീരീസിന്റെ ഭാഗമായാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ. ബയോസൈക്കോളജി പേപ്പറിൽ പല തരത്തിലുള്ള ടോപ്പിക്കുകൾ വരുന്നു. 4 ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്ന ഈ പേപ്പറിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് ബ്രെയിൻ ആൻഡ് ബിഹേവിയറിനെ മുഴുവനായി പഠിക്കുന്നു. ഇനീഷ്യൽ ആയിട്ടുള്ള ബ്ലോക്കിൽ ബയോസൈക്കോളജി എന്ന് പറഞ്ഞ ഫീൽഡ് എന്താണ്, അതിലെ മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നതിനെല്ലാം കുറിച്ച് ഡിസ്കഷൻ ആണെങ്കിൽ, രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ നെർവസ് സിസ്റ്റവും അതിന്റെ വിവിധ തരത്തിലുള്ള സിസ്റ്റങ്ങൾ, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുന്നു യൂണിറ്റുകൾ. അതേസമയം പിന്നീടുള്ള ബ്ലോക്കുകൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു. ഈ ഒരു പേപ്പർ മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണെന്ന് തോന്നുമെങ്കിൽ പോലും ഇതിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുത്താൽ നമ്മൾക്ക് സുഖമായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. സ്കൂളിൽ നമ്മൾ സയൻസും മാത്സും ഒക്കെ പഠിച്ചിരുന്ന ആ ഒരു പാറ്റേൺ പോലെ എന്താണോ ഉത്തരം അത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്ന പേപ്പർ. ഇന്നത്തെ നമ്മളുടെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4ഉം ഒരുമിച്ചാണ്. 2 ബ്ലോക്കുകളിലും ഓരോരോ യൂണിറ്റുകൾ വെച്ചിട്ടാണ് ഉള്ളത്. ബ്ലോക്ക് 3യിൽ പ്രധാനമായും ബ്രെയിൻ ലാറ്ററലൈസേഷനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ തലച്ചോറിന് 2 വശങ്ങളുണ്ട്, ഇടതും വലതും. ഓരോ വശത്തിനും അതിൻ്റെതായ ഫംഗ്ഷനുകളുമുണ്ട്. അവ എങ്ങനെയൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ഇടതുകരം ബലമുള്ളവരായത് അല്ലെങ്കിൽ വലത് കൈകൊണ്ട് എഴുതുന്നവരായത് എന്നതിനെല്ലാം കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ബ്ലോക്ക് 3. അതേസമയം ബ്ലോക്ക് 4ലോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്ലാൻസ് ആൻഡ് ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തൊക്കെ അവയവങ്ങൾ നമ്മളുടെ ശരീരത്തിലുണ്ട്, ആ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബ്രെയിൻ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, അത് നമ്മളുടെ സ്വഭാവത്തെ എങ്ങനെയെല്ലാം ബാധിക്കും, ആ അവയവം പ്രവർത്തിക്കാതിരുന്നാൽ എന്തൊക്കെ അസുഖങ്ങളാണ് സംഭവിക്കുന്നത് എന്നതിനെല്ലാം കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 4, ഗ്ലാൻസ് ആൻഡ് ബിഹേവിയർ. അതുകൊണ്ട് തന്നെ ഇതിലെ പല ഗ്ലാൻഡുകളും ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ നമ്മൾക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. കാരണം ന്യൂറോ സൈക്കോളജി പേപ്പറുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ പ്രധാനപ്പെട്ട വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ടുകൾ മാത്രമാണ്. ഗ്ലാൻഡുകളിൽ എല്ലാം നോക്കിയാൽ എല്ലാത്തിനെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. എന്നാൽ സ്പെസിഫിക് ആയിട്ടും നമ്മൾ ഒരു ഗ്ലാൻഡിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് അത്ര അധികമായിട്ടുണ്ടായിരിക്കും. So let's see which are the important questions that is coming from this section. അപ്പോൾ നമ്മൾ സെക്കൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ബ്ലോക്ക് 4ൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 4ൽ ഒരു യൂണിറ്റ് ആണ് ഉള്ളത്, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഫംഗ്ഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതിന്റെ അനുസ്പതിതമായുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവാണ്. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയതുകൊണ്ട് തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ലേണേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി നിങ്ങളുടെ അസൈൻമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്, 10 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം.
അങ്ങനെ വരുമ്പോൾ ഇൻട്രൊഡക്ടറി ആയിട്ട് നമുക്ക് എന്താണ് ഗ്ലാൻഡ് എന്ന് പറയാം. ഗ്ലാൻഡുകളെ രണ്ടായി തരംതിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം, എൻഡോക്രൈൻ, എക്സോക്രൈൻ. പിന്നെ എന്താണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അതിൽ യൂണിറ്റ് 6 എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പലതായി ഡിവൈഡ് ചെയ്യുന്നു. ആന്റീരിയർ പിറ്റ്യൂട്ടറി, പോസിറ്റീരിയർ പിറ്റ്യൂട്ടറി. പോസിറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ തന്നെ ആന്റി ഡയറൂട്ടിക്കും ഓക്സിറ്റോസിനും ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾക്ക് എന്താണ് ഗ്ലാൻഡ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ടെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ആൻഡ് ദിസ് ഗ്ലാൻഡ് ഡെഫിനറ്റ്ലി എഫക്ട് ബിഹേവിയേഴ്സ് എന്നുള്ളത് പറയാം. എക്സോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഡക്ട് ഉള്ളതും ഡക്ട് ലെസ്സും ആയിട്ടുള്ളതാണ്. അപ്പൊ അത് നമുക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ നമുക്ക് ഹോർമോൺസിന്റെയും ഇതെല്ലാം പറഞ്ഞിട്ട് എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്, അതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെൻഷൻ ചെയ്ത് തുടങ്ങാം. രണ്ട് തരമായി ഡിവൈഡ് ചെയ്യുന്നു, ആന്റീരിയർ ആൻഡ് പോസിറ്റീരിയർ. ആന്റീരിയറിലുള്ള ടൈപ്പുകളാണ് ഈ കാണുന്നത്. പോസിറ്റീരിയറിലുള്ളത് ആന്റി ഡയററ്റിക് ഹോർമോണും ഓക്സിറ്റോസിനും. അപ്പോൾ ഹൈക്വൈസ് ലേണേഴ്സിന് വാല്യൂ ആഡഡ് നോട്ട്സിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡുകൾ മാത്രം കോംപ്രിഹെൻഡ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഇവിടെ നിങ്ങൾക്ക് കാണാം, മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡ് ബാക്കിയുള്ള ഓർഗനുകളെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രോപ്പിക് ഹോർമോൺസിലാണ് കൂടുതൽ ഇത് പ്ലേ ചെയ്യുന്നത്. 0.5 ഗ്രാമേ ഉള്ളൂ. പിറ്റ്യൂറ്റിയ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സ്കള്ളിന്റെ ബേസിലാണ്, ഹൈപ്പോതലാമസ് ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. ഹൈപ്പോഫിസിസ് എന്ന് ഉള്ള ഒരു പേരുണ്ട് ഇതിന്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഗ്ലാൻഡുകളാണ് പ്രധാനമായും ഉള്ളത്, ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പോസിറ്റീരിയർ പിറ്റ്യൂട്ടറിയും. അഡിനോ ഹൈപ്പോഫിസിസും ന്യൂറോ ഹൈപ്പോഫിസിസും, അത് രണ്ടുമാണ് ഉള്ളത്. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറി പോസിറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും ഡിഫറൻസസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗ്ലാൻഡ്സ് കമ്പോസ് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണെങ്കിൽ പോസിറ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. എന്താണ് സെക്രീഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണെങ്കിൽ ആന്റി ഡയററ്റിക് ഹോർമോണെ വാസോപ്രസിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് പോസിറ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പൊ എന്നിട്ട് നമുക്ക് ഇവിടെ കാണാം ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ അഡിനോകോർട്ടിക്കോ ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോൺ, ലൂട്ടനൈസിംഗ് ഹോർമോൺ, ഫോളിക്കൽ ഹോർമോൺ, പ്രൊലാക്റ്റിൻ, ഗ്രോത്ത് ഹോർമോൺ, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പൊ ഓരോന്നിന്റെ ഫംഗ്ഷൻ ഈ വാല്യൂ ആഡഡ് നോട്ട്സിൽ തന്നെ ഞാൻ ലാസ്റ്റിലോട്ട് ബോക്സ് ആക്കി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് പിക്ചറെ പാടി ഡിസ്ക്രിപ്ഷൻ കാണാം. ഗ്രോത്ത് ഹോർമോൺ റിലേറ്റ് ചെയ്യുന്ന ഡിസോർഡേഴ്സിനെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് വരുമ്പോൾ വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റീരിയർ ഡയററ്റിക് ഹോർമോൺ വാട്ടറിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, സോഡിയം ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് കാണാം. ഓക്സിറ്റോസിൻ ആവട്ടെ ചൈൽഡ് ബർത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്, മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നും കാണാം. അപ്പൊ ഇവിടെ കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഓക്സിറ്റോസിൻ യൂട്രസിന്റെയും മാമിലറി ഗ്ലാൻഡ്സിന്റെയും ഇതാണെങ്കിൽ ആന്റി ഡയററ്റിക് ഹോർമോൺ കിഡ്നിയിലെ വാട്ടർ റീറ്റൻഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഗ്രോത്ത് ഹോർമോൺ ആണെങ്കിൽ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മിൽക്ക് പ്രൊഡക്ഷനും സെക്രീഷനും വേണ്ടിയിട്ട് പ്രൊലാക്റ്റിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓവത്തിനെയും സ്പേമിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ലൂട്ടനൈസിംഗ് ഹോർമോൺ ഓവറീസിനും ടെസ്റ്റസ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയ്ഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അഡ്രിനോകോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ACTH, അത് അഡ്രിനൽ കോർട്ടിക്സിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഹൈപ്പോതലാമസ് ഹോർമോണുകളുടെ പേരും നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോക്സിനെ ഉണ്ടാക്കുന്നു. ACTH ആണെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെ ഹൈപ്പോതലാമിക് ഹോർമോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെയും ഞാൻ അതുപോലെ തന്നെ എല്ലാ സിംഗിൾ ആയിട്ടുള്ള ഇതിനെയും
നമ്മൾ എന്തൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ഹൈലൈറ്റ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റേണൽ ആയിട്ട് മസിൽസിനെയും മെറ്റബോളിക് ആക്ടിവിറ്റികളെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകളുടെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്. അഡ്രിനൽ കോർട്ടിക്സ്, ആ പേരിൽ തന്നെ ഏത് ഭാഗത്തിനെയാണ് കൺട്രോൾ ചെയ്യണത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിഗ്മെന്റേഷന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതും മെൻഷൻ ചെയ്തിരിക്കുന്നു. സോ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാം, ഫംഗ്ഷൻ എഴുതിയിട്ട്. അതല്ലെങ്കിൽ ഇതിൽ എലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എക്സാം ഫയലിൽ ഞാൻ ഓരോന്നിന്റെയും കണ്ടു, ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കും ഓരോ ഹോർമോണുകളുടെ പേരും. അപ്പൊ എക്സാമിനർ കാണുമ്പോൾ എക്സാമിനർ കൂടുതൽ ഇംപ്രസ്ഡ് ആവുകയാണ്. ഓക്കെ, ഈ കുട്ടിക്ക് എല്ലാത്തിന്റെയും പേരറിയാം, ഇതിന്റെ ഫംഗ്ഷൻ ഇതാണ്, ഇത് ഭയങ്കര ക്ലീൻ ആയിട്ട് കാണാം. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഒപ്പം കുറച്ചും കൂടെ ആഡ് ചെയ്ത് 2-3 പോയിന്റ്സും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ എഴുതണം എന്നുള്ളതാണ്. ഇതിപ്പോ ഞാൻ ജസ്റ്റ് പോയിന്റുകൾ മാത്രം മെൻഷൻ ചെയ്തിട്ട് ഒരു ആൻസർ ചെയ്തിരിക്കുന്നു. അപ്പൊ ചോദ്യത്തിന്റെ മാർക്ക് അനുസരിച്ച് 6 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ ബ്രീഫ് ചെയ്ത് എഴുതിയാൽ മതി. 10 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതാണ് നല്ലത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ബ്ലോക്ക് 4 ബയോസൈക്കോളജി പേപ്പറിന്റെ ഡിസ്കഷൻ.